അങ്ങനെ എനിക്കും കിട്ടി ഒരു പഴുതാരനെ പോലെ ഇരിക്കണ ബോട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ ഒരു ബോട്ടിൽ പെയിന്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിലത്തെ സാധനം ഊരിയെടുക്കാൻ പറ്റണില്ല എന്ന്. അപ്പൊ എല്ലാവരും കമന്റ് ഇട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് സാധനം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഉള്ളിലത്തെ സാധനം ഈസി ആയിട്ട് ഊരിപ്പോരുമെന്ന്. അപ്പൊ ഈ ബ്ലാക്ക് സാധനം ഇന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് ഈ കത്തിയും ചില്ലും എൻ്റെ അടുത്ത് അത്ര കണ്ട് യോജിച്ച് പോണില്ല. കത്തി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വലിയ പണിക്ക് പോയി കഴിഞ്ഞാൽ കത്തി കൊണ്ട് തന്നെ കൈമുറിയും. ചില്ലെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പോയി കഴിഞ്ഞാൽ ആ ചില്ലിനെ സാധനം നിലത്ത് വീണ് അങ്ങോട്ട് പൊട്ടും. ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു ചില്ലിന്റെ ജഗ്, ഗ്ലാസ്, പ്ലേറ്റ് ഇവയെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ കലാപരിപാടിക്ക് ഏറ്റവും ആവശ്യം ചില്ലിന്റെ കുപ്പിയും ഒരു കത്തിയും. രണ്ടും കൂടി ഒരുമിച്ചെടുത്ത് കൈ മുറിക്കാനും കുപ്പി പൊട്ടിക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ തെർമോക്കോൾ കട്ടറാണ് യൂസ് ചെയ്തത്. തെർമോക്കോൾ കട്ടർ എടുത്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് നമ്മൾ കത്തിയിലേക്ക് എന്നെ തിരിച്ച് പോകേണ്ടി വരുമെന്നാണ്. പക്ഷേ തെർമോക്കോൾ കട്ടർ എന്നെ ചതിച്ചില്ല. അത് വെച്ചിട്ട് ഇതെല്ലാം സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെയെല്ലാം നമ്മൾ സുഖമായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് എനിക്ക് നിങ്ങളോടാണ്. കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം എങ്ങനെയാണ് ഊരിയെടുക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ഞാൻ വിചാരിക്കുന്നുണ്ട് നാളെ വരുമോ കേട്ടോ.